ഈ 6 വരി പാത എങ്ങനെയാണ് നടന്നത്? എന്തിനാണ് സർക്കാരിൻ്റെ ഈ ഇടപെടൽ സർക്കാരിൽ വിശ്വാസ്യത ഇല്ലാതാവുന്നത്? എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, മാധ്യമങ്ങൾക്ക് അറിയാവുന്ന ഒരു നഗ്ന യാഥാർത്ഥ്യം ഉണ്ടല്ലോ. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് കേരളത്തിൽ അടച്ചുപൂട്ടിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. കാരണം എന്താ? 60 മീറ്റർ വീതിയിലെ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി 60 മീറ്ററിലേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അവിടെ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം വന്നപ്പോൾ അത് കഥ മാറിയത് എങ്ങനെയാണ്? ചരിത്രം വഴിമാറിയത് എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടുത്തെ സമരം എന്താ? 30-ൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 40 കൊല്ലം മുമ്പ് എടുത്തിട്ട് 30 മീറ്ററേ പറ്റൂ എന്ന് പറഞ്ഞു. അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി. 30-ൽ നിന്ന് നിങ്ങൾ 60 ആക്കണ്ട, 45-ലേക്ക് എത്തണം. നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടുന്നത്? ഞങ്ങൾക്ക് പൊന്നിൻ വില പോരാ, സർക്കാർ നിശ്ചയിക്കുന്ന പൈസ പോരാ, ഞങ്ങൾക്ക് മോഹവില വേണം. മോഹവില കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഞങ്ങൾ കാശ് തരത്തില്ല. അപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങൾ കിഫ്ബിയിൽ പണം തരാം. അങ്ങനെ 5800 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റിന് അടച്ചിട്ട് ഈ 6 വരി പാത യാഥാർത്ഥ്യമാക്കി. അപ്പോൾ പ്രായോഗികത, ഇച്ഛാശക്തി, ജനകീയ താല്പര്യം, ഇത് മൂന്നും കൂടെ സമ്മേളിച്ച് കഴിഞ്ഞാൽ എന്തായി? ഞാനൊരു ഇച്ഛാശക്തി നിങ്ങളൊന്ന് കേൾപ്പിക്കാം. എല്ലാവരും 30 മീറ്റർ യാതൊരു കാരണവശാലും കൂട്ടരുത്. അങ്കമാലി മുതൽ അരൂർ ചേർക്കര വരെ നോക്കൂ. ഇപ്പൊ 30 മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത്. ആ റോഡിന്റെ 2 സൈഡും കണ്ടാൽ തന്നെ അത് വെട്ടിമാറ്റിയാൽ തന്നെ 30-നും കുറയ്ക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പൊ അതിന്റെ അനുഭവത്തിൽ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായം വന്നു. ആൾ പാർട്ടീസ് യോഗത്തിലെ ചർച്ചയിൽ എല്ലാവരും ഏകകണ്ഠമായി 30 മീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേന്ദ്ര മന്ത്രിസഭയുമായി, കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു. അവരൊരു കാരണവശാലും 45 മീറ്ററിന് താഴത്തേക്ക് പോകില്ല എന്നുള്ള നിലപാടെടുത്തോടെ 45 മീറ്ററിൽ ആ റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തു. അന്ന് 45 മീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ സമരം ചെയ്തത് CPM ആണ്. 30 മീറ്റർ കൂടാൻ പാടില്ല. PK ഗോപൻ എന്തൊരു മനോഹരമായിട്ടാണ് ഇന്ന് നടുക്ക് പൂന്തോട്ടം ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ മറ്റേ സൈഡിൽ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. 30 മീറ്ററിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് 45 മീറ്ററിൽ റോഡ് നിർമ്മിക്കാൻ തീരുമാനമെടുത്ത ഉമ്മൻചാണ്ടിയെ ഇവർ സമരത്തിൽ ചെയ്തവരാണ്. ഇവർ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.